കോട്ടയം സീറ്റ് വിട്ടുകൊടുക്കേണ്ട സാഹചര്യം നിലവിലില്ലെന്ന് ജോസഫ് വിഭാഗം. കോട്ടയം കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന ചർച്ചകൾ ഉയരുന്നതിനിടയിലാണ് അവകാശവാദവുമായി ജോസഫ് വിഭാഗം രംഗത്ത് വന്നത്. UDF-ലെ ധാരണപ്രകാരം സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും ജോസഫ് വിഭാഗം ജില്ലാ പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസം KPCC പ്രസിഡന്റ് K. സുധാകരനാണ് കോട്ടയത്ത് കോൺഗ്രസിന് സ്ഥാനാർത്ഥിയുണ്ടെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചത്. സീറ്റ് ഏറ്റെടുക്കാനുള്ള കോൺഗ്രസിന്റെ ആഗ്രഹവും അദ്ദേഹം മറച്ചുവെച്ചില്ല. ഇതിനെതിരെയാണ് ജോസഫ് വിഭാഗം രംഗത്ത് വന്നിരിക്കുന്നത്. UDF-ലെ ധാരണപ്രകാരമാണ് കോട്ടയം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് വിട്ടു നൽകിയത്. ഇതുപ്രകാരം സ്ഥാനാർത്ഥി ചർച്ചകൾ പുരോഗമിക്കുകയാണ്. മറിച്ചുള്ള വാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും കോട്ടയത്ത് കേരള കോൺഗ്രസ് തന്നെ മത്സരിക്കുമെന്നും ജില്ലാ പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പിൽ വ്യക്തമാക്കി. കോട്ടയം പാർലമെൻറ്റ് സീറ്റ് UDF-ൻ്റെ ഉഭയകക്ഷി ചർച്ചയിൽ അത് കേരള കോൺഗ്രസിനെ വിട്ടു നൽകുന്നതിനുള്ള തീരുമാനമുണ്ടായിട്ടുള്ളതാണ്. അത് പാർട്ടി ചെയർമാനെ കോൺഗ്രസ് നേതൃത്വം വിവരം അറിയിച്ചിട്ടുള്ളതുമാണ്. ഏതായാലും കേരള കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥിയെ കണ്ടെത്താനായി അതിൻ്റെ ഉന്നതാധികാര സമിതി യോഗം ചേർന്ന് പാർട്ടി ചെയർമാൻ ശ്രീ PJ ജോസഫ് സാറിനെ ചുമതലപ്പെടുത്തിയിട്ട് അദ്ദേഹം അതിൻ്റെ പ്രക്രിയ അല്ലെങ്കിൽ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. 14-ാം തീയതിയോടുകൂടി ഔദ്യോഗികമായ അല്ലെങ്കിൽ UDF-ൻ്റെ പ്രഖ്യാപനം വരുന്നതോടുകൂടി ഈ കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി രംഗത്ത് വരും. UDF ശക്തമായ വിജയം കോട്ടയത്തുണ്ടാവും. കേരള കോൺഗ്രസിൽ നിന്നും സീറ്റ് അല്ലെങ്കിൽ കോൺഗ്രസ് സീറ്റ് എടുക്കുന്നു എന്നുള്ള വാർത്തയൊക്കെ ആ വാർത്ത വെറും പ്രചരണം മാത്രമാണ്. അങ്ങനെ ഒരു കാര്യം കോൺഗ്രസ് പാർട്ടി കേരള കോൺഗ്രസിനെ അറിയിച്ചിട്ടില്ല. സ്ഥാനാർത്ഥിയെ ചൊല്ലി ജോസഫ് ഗ്രൂപ്പിലും രൂക്ഷമായ തർക്കമാണ് തുടരുന്നത്. ഫ്രാൻസിസ് ജോർജിനാണ് PJ ജോസഫ് പ്രഥമ പരിഗണന നൽകുന്നത്. എന്നാൽ MB ജോസഫ്, PC തോമസ്, സജി മഞ്ഞക്കടമ്പിൽ, പ്രിൻസ് ലൂക്കോസ് ഉൾപ്പെടെയുള്ളവർ സീറ്റിനായി രംഗത്തുണ്ട്. ഇതിനിടയിൽ മകൻ അപ്പുവിനെ മത്സരിപ്പിക്കാൻ കഴിയുമോ എന്ന ചിന്തയും ജോസഫിനുണ്ട്. സീറ്റിനെ ചൊല്ലി ജോസഫ് ഗ്രൂപ്പിൽ തർക്കം തുടർന്നാൽ ആ പേരിൽ കോട്ടയം സീറ്റ് ഏറ്റെടുക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. ഈ ആഗ്രഹമാണ് K. സുധാകരൻ തൻ്റെ പ്രതികരണത്തിലൂടെ പരസ്യമാക്കിയത്. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.